നിന്നോട്ടാ. ഹായ് അഭിലാഷ് ചേട്ടൻ. നമസ്കാരം പേരേര. ഞാൻ എന്താണ് മരണമാസം കണ്ടെന്നൊക്കെ കേട്ടല്ലോ. മരണമാസം കണ്ടു. ആറാട്ടെണ്ണം പറഞ്ഞ പടം കൊള്ളൂല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ആറാട്ടെണ്ണം കൊള്ളൂലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ കൊള്ള എന്ന് പറഞ്ഞ കാരണം പുള്ളി ചിലപ്പോൾ ബസ്സൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ ബസ്സൊക്കെ കൂടുതൽ ആൾക്കാർ കാണണം എന്ന് ഉദ്ദേശമായിരിക്കും. അങ്ങനെ പറഞ്ഞ പുള്ളി അതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ്. കാരണം നമുക്കൊരു സിനിമ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ കുറെ ചിരിക്കുക, ചെറിയ സെന്റിമെന്റ്സ്, ഫൈറ്റ്, ഇതൊക്കെയാണ് വേണ്ടത്. ഗൗരവത്തിലാണ്. പിന്നെ അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ എന്ന നടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അലഞ്ചോസ് പെരേരയെ സാമ്യമുള്ളൊരു AJPയുടെ സാമ്യമുള്ള ഒരു വേഷമാണ്. അത് കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ കണ്ട തിയേറ്ററിൽ കുറെ ആളുകൾ പറയുന്നത് കേട്ടോണ്ടാണ് ഞാനത് പറഞ്ഞത്. പറഞ്ഞതെന്ന് വെച്ചാൽ നിന്റെ ഒരു അഭിപ്രായതരങ്ങള്, അതായത് ഒരു ന്യൂ ജനറേഷൻ ലുക്കിലുള്ളത്. ഞാൻ ഇന്റർവ്യൂ അല്ലടോ. ഇന്റർവ്യൂ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം കഥാകാരനോ ഡയറക്ടറോ ബേസിലോ ചിലപ്പോൾ നിന്നെ ഉദ്ദേശിച്ചായിരിക്കും ചെയ്തത്. പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ പെരേരയാണെന്നുള്ള കാര്യം. അവർക്ക് വെട്ടി തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ബേസിൽ എന്ന നടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അലഞ്ചോസ് പെരേര അദ്ദേഹത്തിന്റെ മാനറിസം കടമെടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അത് എന്തായാലും പടം കാണുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പൊ എന്തായാലും പടം കണ്ടവര് നല്ലതാണ്. കാരണം ലാസ്റ്റ് ആ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒറ്റ സീൻ മതി പെരേര എന്ന് മനസ്സിലാവും. കാരണം എന്താ പറയാ, പറയുന്നത് ജനപ്രിയ നായകൻ ദിലീപിന് ശേഷം ബേസിലേട്ടൻ മാനറിസം ചെയ്യുമെന്നാണോ താങ്കൾ പറയുന്നത്? അത് തന്നെ ദിലീപേട്ടൻ പണ്ട് ഡാൻസ് ചെയ്ത് തന്നെ ഒരു സംഭവം ചെയ്തു. ഇതിപ്പോ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. അത് താൻ ആ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ബാബുവാനിന്റെ ചേട്ടൻ ചെറിയ സാധനം ഇയാളെ ചെയ്യുന്നുണ്ട്. ചാലുകാരി കാണുമ്പോൾ ഇയാൾ കണ്ണാടി എടുത്ത് മുഖത്ത് വയ്ക്കുന്ന ഒരു സീനുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ഇയാളെ ചെയ്തൊരു ഇത് ഞാൻ ഓർത്തുപോയി. ബാബുവാനിന്റെ ചേട്ടൻ ചെയ്തപ്പോൾ എന്തായാലും പടം നല്ല സിനിമയാണ്. കോപ്പി അടിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? കോപ്പി അടിച്ചല്ല, ഒരു കഥാപാത്രം, ഇയാളുടെ ഒരു കഥാപാത്രം ചിലപ്പോൾ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും കണ്ടു നോക്കൂ, അന്നേരം അയാൾക്ക് മനസ്സിലാവും. എന്തായാലും നല്ല സിനിമയാണോ മിസ്റ്റർ അഭിലാഷ്? നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് ഒരുപാട് പേര് പോയി കാണും. സന്തോഷ് വർക്കി എന്തായിരിക്കും പടം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ എനിക്കറിയില്ല മോനെ. കാരണം അത് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യം. എന്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് ഞാൻ എന്തായിരിക്കും മിസ്റ്റർ അങ്ങനെ പറഞ്ഞത് പറയൂ. അറിയില്ലടാ. എന്തായാലും സന്തോഷം. എല്ലാവരും പോയി സിനിമ കാണുക. ബേസിൽ ജോസിന്റെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു രസമാണ്, എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അലഞ്ചോസ് പെരേരയുടെ ഒരു സാമ്യം. സീരിയസ് ഒന്നുമല്ലടാ. ഓക്കെ, അപ്പം ബേസിൽ ജോസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അലഞ്ചോസ് പെരേരയാണ്. അത് നിങ്ങൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും കണ്ടിട്ട് തീരുമാനിക്കും.